നമ്മൾ ഈ കാണുന്നതാണ് സൂപ്പർ ഹീറോ ലാൻഡിംഗ് പോസ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസിലുള്ള സൂപ്പർ ഹീറോസ് സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, അയൺമാൻ, പേഡമാൻ, പുള്ളിമാൻ, ഹനുമാൻ, അങ്ങനെ പല മാൻമാരിങ്ങനെ ലാൻഡ് ചെയ്യുന്നൊരു പോസാ. ഉഗ്രം പോസാ, സൂപ്പർ പോസാ. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. എന്നാലും വെറുതെ എല്ലാവരുടെയും കണ്ടു കാണത്തില്ല ചിലപ്പോൾ. ഞാൻ ലാൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് ഇന്ത്യൻ സിനിമയിൽ നമുക്ക് വിജയ് ഇത് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, ഇവരെക്കാളൊക്കെ വലിയൊരു മാൻ, പുലിമുരുകൻ. പുലിമുരുക ആ പാട്ടില്ലേ, അതിനകത്ത് കണ്ടിട്ടുണ്ടോ? ഒരു നടൻ, ലോകത്തെ 7ാം നമ്പർ നടൻ ഇങ്ങനെ വന്നിട്ട് പോസ് ചെയ്യും. എന്നിട്ട് മൂക്കിക്കട്ട ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് തുപ്പുമ്പോ ഒരു പുലി ആ വൃത്തികെട്ട നാറ്റം കാരണോ എന്തോ പുലിയൊക്കെ ചത്ത് വീഴുന്ന സീനാ. ഒരു കാട്ടിൽ എവിടെയെങ്കിലും ഇവൻ പോയി തുപ്പുവോ തൂറോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സകല വന്യമൃഗങ്ങളും ചത്തുപോകുന്നൊരു പടമുണ്ട്. അങ്ങനെ ആ പുലിയെ കൊല്ലുന്നത്. ഇവിടെയൊക്കെ പല ടെക്നിക്കാണല്ലോ, പലതുമാണല്ലോ. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊരു വളിമുരുകനാണ്. പക്ഷെ പുലിമുരുകൻ എന്നൊക്കെ പേര് ഇങ്ങനെ നിൽക്കും, കണ്ടാന്നോ സാധനത്തിനെ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് 7ാം നമ്പർ നടനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തെ 7ാം നമ്പർ നടൻ. അതായത് സൂപ്പർമാനും സ്പൈഡർമാനും ബാറ്റ്മാനും ഒക്കെ തൂർന്ന കണ്ട് പുലിമുരുകൻ തൂറിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഒരു മാതിരി വൃത്തികെട്ട തീട്ടത്തിനൊരു ഷേപ്പ് പോലും ഇല്ലടേ. ഒരു മാതിരി ചിലപ്പോഴോ തീട്ടം തെറിക്കത്തില്ല. അതിനെങ്ങനെ പറഞ്ഞാൽ തീട്ടം തെറിക്കത്തില്ല ഇങ്ങനെ, അതുപോലത്തെ ഒരു സാധനം. എന്നാ തീട്ടമാ. ആ കളറും ആ കോസ്റ്റ്യൂമിന്റെ കളറൊക്കെ ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഒന്ന് ഇച്ചിരി നിങ്ങളൊന്ന് കണ്ണിങ്ങനെ നിറുക്കി പിടിച്ചിട്ട് നോക്കി. ശരിക്കും കറക്റ്റ്. ബാക്കിയുള്ളവരിങ്ങനെ കണ്ണിറുക്കി പിടിച്ചാലും നല്ല രസമാണ് കാണാൻ. ആ സ്പൈഡർമാനെ ഒന്ന് ഇങ്ങനെ നോക്കി. അതുകൊണ്ട് ഈ പുലിമുരുകൻ തന്നെ ക്യാരക്ടർ ഒന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ ഇറുക്കി പിടിക്കണം. അതിങ്ങനെ അകത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കാണാം. അതാണ് പുലിമുരുകൻ ലാൻഡിംഗ് പോസ്. എന്നിട്ട് മീശയൊക്കെ ഉണ്ടെന്ന്, മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് അങ്ങ് ചാടിയേക്കുക. ആന അപ്പിടുന്നുണ്ട്, ആന അപ്പിടുക എന്ന് പറയുന്നത്.